ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ലെസണാണ് ഐ വിൽ ഫ്ലൈ. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തീം വിജയത്തിലെത്താൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത്തെ ലെസണിലും അത്തരത്തിലുള്ള ഒരു ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഈ ലെസൻ്റെ തീമിലോട്ട് വരാം. ദ ലെസൺ ഈസ് എ സ്പീച്ച് ബൈ അവർ ഫോർമർ പ്രസിഡൻറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ മുൻ പ്രസിഡൻ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ഒരു പ്രസംഗമാണ് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇൻ ദ സ്പീച്ച് കലാം ഹൈലൈറ്റ്സ് the importance of realizing and being confident in our abilities to be successful. ഇതിൽ അദ്ദേഹം പറയുന്നത് വിജയിക്കുവാനായിട്ട് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും വേണം എന്നുള്ള കാര്യമാണ്. He also exhorts us to be unique. Exhort എന്നാൽ ആഹ്വാനം ചെയ്യുക, യുണീക്ക് എന്നാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിത കാലഘട്ടം 1931 മുതൽ 2015 വരെയാണ്. 83 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. He is the 11th President of India from 2002 to 2007. 2002 മുതൽ 2007 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. He is known for his contributions in rocket technology. റോക്കറ്റ് ടെക്നോളജിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള DRDOയിലും ISROയിലും അദ്ദേഹം സയൻറ്റിസ്റ്റായിട്ടും സയൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും ജോലി ചെയ്തു. ഹി ബിക്കെയിം വൈഡ്ലി പോപ്പുലർ വിത്ത് ഹിസ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീച്ചസ്. ഇദ്ദേഹം വളരെയധികം ജനകീയനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ലളിതമായിട്ടുള്ള ജീവിത രീതി കൊണ്ടും ആളുകളെ പ്രചോദിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ടും ലോകമെമ്പാടും അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾ നടത്തി. ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത്. ഇനി നമുക്ക് ലെസണിലോട്ട് വരാം. ഏറ്റവും ആദ്യം 4 ലൈൻ പോയമാണ് കൊടുത്തിട്ടുള്ളത്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, ഞാനൊരു നക്ഷത്രത്തെ വെച്ച് ആഗ്രഹിച്ചാൽ, മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരാണ് എന്നുള്ളത് പ്രസക്തമല്ല. ഞാനൊരു പാവപ്പെട്ടവനാവാം, പണക്കാരനാവാം. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ്, എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തും വിൽ കം ടു മീ, യാഥാർത്ഥ്യമാവും. ഈ സോങ് 1940 പുറത്തിറങ്ങിയ പിനോക്കിയോ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. രാത്രിയിലെ ആദ്യത്തെ നക്ഷത്രം പുറത്തു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം യാഥാർത്ഥ്യമാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ലൈൻ വന്നിട്ടുള്ളത്. ഇനി സ്പീച്ചിലോട്ട് വരാം. ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്. അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു, പ്രിയ സുഹൃത്തുക്കളെ. എന്നിട്ട് പറയുന്നു, ഞാൻ തിരിച്ചറിയുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ യുവാക്കൾ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ സംഭാവനകളുടെ ഗുണഫലം ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ ഒരു യുവാവും അവൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. വൈ? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് അബവ് ദ എർത്ത്. ഇഗ്നൈറ്റ് എന്നാൽ തീപിടിച്ച എന്നാണ് അർത്ഥം. അതായത് തീപിടിച്ച യുവാക്കളുടെ മനസ്സ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുള്ള, മോട്ടിവേറ്റഡായ, പ്രതീക്ഷയുള്ള, വാശിയുള്ള യുവാക്കളുടെ മനസ്സാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള റിസോഴ്സ്, വിഭവം എന്ന് പറയുന്നത്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്നതാണ്. അതായത് ഞാൻ ചിറകുകളോടുകൂടിയാണ് ജനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിവുകളോടുകൂടിയാണ് ജനിച്ചിട്ടുള്ളത്. ആ കഴിവുകൾ ഞാൻ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസമുള്ളവനായിരിക്കുകയും അത് ഡെവലപ്പ് ചെയ്ത് ഉയരങ്ങളിലോട്ട് കുതിക്കുകയും വേണം എന്നുള്ളൊരു ആശയമാണ് ഈ പ്രസംഗം മുഴുവനും അദ്ദേഹം പറയുന്നത്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. കഴിഞ്ഞ വർഷം ശാസ്ത്രയാൻ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ പോയി. ശാസ്ത്രയാൻ എന്നതിൻ്റെ അർത്ഥം പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്,
ശാസ്ത്രത്തിൻ്റെ പ്രചരണം എന്നാണ്. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers ആൻഡ് സിവിൽ സർവൻസ്. ശാസ്ത്രയാൻ്റെ ഉദ്ദേശം ഏകദേശം 2000 കുട്ടികളെ എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സും ക്വാളിഫൈഡ് മാനേജേഴ്സും സിവിൽ സർവൻസും ഒക്കെ ആക്കി മാറ്റാൻ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ about 2,000 families of the village. In turn എന്നാൽ ആസ് എ റിസൾട്ട് ഓഫ്, ഇതിൻ്റെ ഫലമായി എന്നാണ്. അപ്പോൾ ശാസ്ത്രയാൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ 2000 കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലമായി 2000 കുടുംബങ്ങളും ശാക്തീകരിക്കപ്പെടുന്നു. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 5,000 സ്റ്റുഡൻസ് ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. എൻ്റെ ഉദ്ഘാടന പ്രസംഗം 5000 കുട്ടികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും അടങ്ങുന്ന ഒരു സദസ്സിനോടായിരുന്നു. പ്രസംഗത്തിൻ്റെ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ, അല്ലെങ്കിൽ ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്നായിരുന്നു. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്നാൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. നമ്മുടെ ടെക്സ്റ്റിൽ ഉടനീളം ഇത്തരത്തിലുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒന്നാണ് ഹൗ ഡസ് സയൻസ് എംപവർ ദ നേഷൻ, എങ്ങനെയാണ് ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നത്. അതിന് ആൻസറായിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. സയൻറ്റിഫിക് ഇൻവെൻഷൻസ് മേക്ക് ലൈഫ് ഈസിയർ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ജീവിതം സുഗമമാക്കുന്നു. അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, വിവര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അളവും ഗുണവും വർദ്ധിപ്പിക്കുന്നു. സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ഇംപ്രൂവ് പ്രൊഡക്ഷൻ ആൻഡ് ദസ് അവർ എക്കണോമി, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇംപ്രൂവ് അവർ ഹെൽത്ത് കെയർ, സാങ്കേതിക രംഗത്തെ മുന്നേറ്റം നമ്മുടെ ആരോഗ്യ പരിപാലനത്തെ മെച്ചപ്പെടുത്തുന്നു. അഡ്വാൻസ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹെൽപ്സ് ടു ഹോൾഡ് ദ നേഷൻ ടുഗെദർ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ മുന്നേറ്റം രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, സാങ്കേതിക രംഗത്തെ മുന്നേറ്റം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഗുണവും സ്പീഡും വർദ്ധിപ്പിക്കുന്നു. ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റേസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, എൻ്റെ പ്രസംഗത്തിന് ശേഷം 100 കണക്കിന് ആളുകൾ ചോദ്യം ചോദിക്കാനായി കൈകൾ ഉയർത്തി. അഡ്രസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രസംഗം എന്നാണ്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. റാൻഡം എന്നാൽ ക്രമമില്ലാതെ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ക്രമവുമില്ലാതെ 12 കുട്ടികളെ അദ്ദേഹം ചോദ്യം ചോദിക്കാനായി തിരഞ്ഞെടുത്തു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. കൺസേൺ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഈ 12 വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. He was nervous and a typical representative of the youth of India. The question was from a teenager who had come from a faraway village. Teenage എന്നാൽ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് ആണ്. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. He was nervous and a typical representative of the youth of India. Nervous എന്നാൽ ദുഃഖമുള്ള, typical എന്നാൽ വർഗലക്ഷണമുള്ള. അപ്പോൾ അവൻ ഇന്ത്യയിലെ യുവാക്കളെ പ്രതിനിധാനം ചെയ്യുന്നയാളാണ്, അതുപോലെ അവൻ ദുഃഖിതനുമാണ്. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്, അവൻ സംസാരിക്കാൻ തുടങ്ങി. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്, എന്താണ് ചോദിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ഐ ആം നെർവസ്, ഞാൻ ദുഃഖിതനാണ്, എനിക്ക് ആശങ്കയുണ്ട്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, എനിക്ക് ആത്മവിശ്വാസം വേണം. But I have not gained any confidence through my education during all these years. ഈ വർഷങ്ങൾ മുഴുവൻ എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നും എനിക്ക് ആത്മവിശ്വാസം നേടാൻ സാധിച്ചിട്ടില്ല. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്, എൻ്റെ അധ്യാപകരോട് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്. Whenever I talk, I compare myself with other students and their elegant dress. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ
നന്നായി വസ്ത്രധാരണം നടത്തിയ മറ്റു വിദ്യാർത്ഥികളുമായി എന്നെ താരതമ്യപ്പെടുത്തുകയും എൻ്റെ ആത്മവിശ്വാസം നഷ്ടമാവുകയും ചെയ്യുന്നു. പ്ലീസ് ടെൽ മീ, ദയവായി എനിക്ക് പറഞ്ഞു തരൂ. ഐ വാണ്ട് ടു ബിക്കം എ മെറീൻ എഞ്ചിനീയർ. മെറീൻ എന്നാൽ കടലുമായി ബന്ധപ്പെട്ട എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കൊരു മെറീൻ എഞ്ചിനീയർ ആവണം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആവണം. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ കപ്പലിൻ്റെ എൻജിൻ നിർമ്മിക്കണം. ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ? എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമോ സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? എനിക്ക് എങ്ങനെ ഈ മിഷൻ, ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. Dignitary എന്നാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ, ഡൈസ് എന്നാൽ വേദി. അപ്പോൾ ഓഡിയൻസും ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഉന്നത സ്ഥാനീയരും എന്താണ് ഈ കുട്ടിയുടെ ആത്മാർത്ഥമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടുകൂടി കലാമിനെ നോക്കി. I thought of it, and breaking the silence, I said, "My dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met." ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. നിശബ്ദത അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നും എനിക്ക് ലഭിച്ച ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. I value your question. I know you are echoing the fear of many. നിങ്ങളുടെ ചോദ്യം മൂല്യമുള്ളതാണ്, കാരണം വളരെയധികം ആളുകളുടെ ഭയമാണ് നിങ്ങൾ പറയുന്നത്. Let me recite a beautiful ancient poem named I Will Fly. ഈ കുട്ടിയുടെ ചോദ്യത്തിന് ഒരു കവിതയാണ് ഉത്തരമായി കലാം കൊടുക്കുന്നത്. ഈ പോയം എഴുതിയിരിക്കുന്നത് ജലാലുദ്ദീൻ മുഹമ്മദ് റൂമിയാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയാണ് അദ്ദേഹം. യഥാർത്ഥ കവിതയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമായി ഈ കവിത പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. I am born with potential. ഞാൻ കഴിവുകളോടുകൂടിയാണ് ജനിച്ചിട്ടുള്ളത്. I am born with goodness and trust. ഞാൻ നന്മയോടും വിശ്വാസത്തോടും കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. I am born with ideas and dreams. ഞാൻ ആശയങ്ങളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. I am born with greatness. ഞാൻ മഹത്വത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. I am born with confidence. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. I am born with wings. ഞാൻ ചിറകുകളോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. So I am not meant for crawling. അതുകൊണ്ട് തന്നെ ഇഴയാൻ വേണ്ടിയല്ല ഞാൻ ജനിച്ചിട്ടുള്ളത്. I have wings, I will fly and fly. എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ പറക്കാൻ വേണ്ടി ജനിച്ചവരാണ്, ഞാൻ പറക്കുക തന്നെ ചെയ്യും. The message of the poem is that we should understand and be confident in our abilities. നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയും വേണം എന്നുള്ളൊരു ആശയമാണ് ഈ കവിത തരുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കലാം ഈ പ്രസംഗം തുടങ്ങുന്നത് നിശ്ചയദാർഢ്യമുള്ള, വാശിയുള്ള യുവാക്കളുടെ മനസ്സാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തമായ വിഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ശാസ്ത്രയാൻ എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നു. ഒരു കുട്ടി അദ്ദേഹത്തോട് അവൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ചോദിക്കുന്നു. അവൻ്റെ പ്രശ്നം ഇതായിരുന്നു: അവന് ആത്മവിശ്വാസമില്ല, കാരണം അവൻ മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യപ്പെടുത്തുന്നു. ഈ ചോദ്യത്തിന് ഒരു കവിതയിലൂടെയാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ആ കവിതയുടെ അർത്ഥം ഇതായിരുന്നു: നമ്മളെല്ലാവരും കഴിവുകളോടുകൂടിയാണ് ജനിക്കുന്നത്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും ചെയ്യണം. പിന്നീട് അദ്ദേഹം യുണീക്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. യുണീക്ക് എന്നാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ചോദ്യം ചോദിച്ച കുട്ടി മറ്റുള്ളവരുമായിട്ട് അവനെ കമ്പയർ ചെയ്തിരുന്നു. കലാമിൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും അതിനു പറ്റിയ മേഖലകൾ കണ്ടെത്തി ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. യുവാക്കളായ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചർച്ച ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. ഡെക്കേഡ് എന്നാൽ 10 വർഷം. ഞാൻ ഈ 10 വർഷത്തിനുള്ളിൽ 1.5 കോടി യുവാക്കളുമായി സംവദിച്ചിട്ടുണ്ട്. ഐ ലേൺഡ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഞാൻ മനസ്സിലാക്കി എല്ലാ യുവാക്കളും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് യു. അത് നിങ്ങളാണ്. The world around you is doing its best day and night to make you just everybody else. പക്ഷെ ലോകം നിങ്ങളെ എല്ലാവരെയും പോലെയാക്കാൻ ശ്രമിക്കുന്നു. In your home, dear young fellows, you are asked by your parents to be like the neighbors' children for scoring good marks. നിങ്ങളുടെ മാതാപിതാക്കൾ അയൽ വീട്ടിലെ കുട്ടികളെ പോലെ നല്ല മാർക്ക് മേടിക്കാൻ നിങ്ങളോട് പറയുന്നു. When you go to school,
Your teacher says, why don't you become like the first 5 rankers in the class? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് പറയുന്നു ഏറ്റവും മാർക്ക് മേടിച്ച കുട്ടികളെ പോലെയാകാൻ. Wherever you go, people say you have to be somebody else or everybody else. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകണമെന്ന്. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്? The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine. നമ്മളുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതാണ്. നമുക്ക് യുണീക്കായിരിക്കണമെങ്കിൽ, മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. And never stop fighting until you arrive at your destined place. Destined എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെട്ട. ആ വിധിക്കപ്പെട്ട സ്ഥലത്തെത്തുന്നത് വരെ നിങ്ങളുടെ ഫൈറ്റ്, നിങ്ങളുടെ പരിശ്രമം നിർത്താൻ പാടില്ല. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അതായത് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തിയ, നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസമുള്ള യുണീക്ക് ആയ നിങ്ങൾ. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് യുണീക്ക് ആവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഭാഗത്തായിട്ട് ഹൗ ക്യാൻ യു ബി യുണീക്ക് എന്ന ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ നിങ്ങൾക്ക് യുണീക്കാകാൻ കഴിയും? ഈ ചോദ്യത്തിന് ഈ പ്രസംഗം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരം ഇതാണ്: വി ഷുഡ് റിയലൈസ് ആൻഡ് ബി കോൺഫിഡൻറ്റ് ഇൻ അവർ എബിലിറ്റീസ്. നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുകയും അതിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും വേണം. ദെൻ ഡെവലപ്പ് ഇറ്റ് വിത്ത് ഫൈറ്റിംഗ് സ്പിരിറ്റ് ടിൽ വി റീച്ച് യുണീക്ക്നെസ്. എന്നിട്ട് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി അത് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ യുണീക്ക്നെസ്സിൽ എത്തുന്നത് വരെ. ഇനി ഈ സ്പീച്ചിൻ്റെ സമ്മറിയിലോട്ട് വരാം. കലാം സ്റ്റാർട്ട്സ് ദ സ്പീച്ച് വിത്ത് ആൻ ഇൻസ്പയറിംഗ് ഐഡിയ ദാറ്റ് നോ യൂത്ത് ടുഡേ needs to fear about the future because ignited mind of the youth is the most powerful resource in the universe. കലാം ഈ പ്രസംഗം തുടങ്ങുന്നത് പ്രചോദിപ്പിക്കുന്ന ഒരു ആശയവുമായിട്ടാണ്. ഇന്ന് ഒരു യുവാവും അവൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം സ്വപ്നങ്ങളുള്ള, നിശ്ചയദാർഢ്യമുള്ള യുവാക്കളുടെ മനസ്സാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള വിഭവം. അതായത് മനുഷ്യന് വളരെയധികം ആവശ്യമായിട്ടുള്ള പെട്രോളിയം, വെള്ളം, സ്വർണം പോലുള്ള റിസോഴ്സുകളെക്കാളും ശക്തമായ റിസോഴ്സാണ് സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവും വാശിയുമുള്ള ഒരു യുവാവിൻ്റെ മനസ്സ് എന്നാണ് കലാം പറയുന്നത്. അതായത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത്. Then he talks about a question he faced from a village teenager. പിന്നീട് അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ചാണ്. The boy's concern was he is not confident because he compares himself with other students. കോൺഫിഡൻസ് ഇല്ലാത്തതാണ് ഈ കുട്ടിയുടെ പ്രശ്നം. കാരണം അവൻ മറ്റുള്ളവരുമായിട്ട് അവനെ കമ്പയർ ചെയ്യുന്നു. കലാം സേസ് ദിസ് ബോയ് എക്കോസ് ദ ഫിയർ ഓഫ് മെനി. കലാമിൻ്റെ അഭിപ്രായത്തിൽ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വളരെയധികം ആളുകൾക്കുള്ള ആശങ്കയാണ് ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത്. He recites a poem to answer the boy. അദ്ദേഹം ഈ കുട്ടിക്ക് ഉത്തരമായി ഒരു കവിത ചൊല്ലുകയാണ് ചെയ്തത്. It tells everybody born with their own qualities and they must understand and be confident in their abilities. ഈ കവിത പറയുന്നത് എല്ലാവരും അവരുടെ കഴിവുകൾ മനസ്സിലാക്കുകയും അതിൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും ചെയ്യണം. Then Kalam talks about uniqueness. According to him, we should avoid comparison and struggle to become unique. പിന്നീട് കലാം പറയുന്നത് യുണീക്ക്നെസ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് വരാം. ആക്ടിവിറ്റി 2, സ്പീച്ച്. അതിൻ്റെ ചോദ്യം ഇതാണ്: ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ് before their public examination. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ അവരുടെ പരീക്ഷയ്ക്കായി തയ്യാറാക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ചോദ്യം. ഇതിൽ ജനറൽ ആയിട്ടുള്ള ആശയങ്ങളും കലാമിൻ്റെ ആശയങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാനൊരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നിങ്ങളുടെ ആശയങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പേജിൽ കുറയാത്ത രീതിയിൽ ഒരു സ്പീച്ച് ഉണ്ടാക്കി ആക്ടിവിറ്റി ബുക്കിലോട്ട് എഴുതി വയ്ക്കുക. അടുത്തത് ആക്ടിവിറ്റി 3, ഇമെയിൽ. യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ Abdul Kalam's message and decide to communicate your thoughts and ideas to your friend who is studying abroad. Draft an email to your friend. കലാമിന് 7 ഓണററി ഡോക്ടറേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് ചേർത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങൾ കലാമിൻ്റെ ആശയങ്ങളിൽ ഇൻസ്പയർഡ് ആയിരിക്കുന്നു. ഈ ആശയങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി ഇമെയിൽ വഴി പങ്കുവയ്ക്കുക. ഡ്രാഫ്റ്റ് എന്നാൽ എഴുതി തയ്യാറാക്കുക എന്നേ അർത്ഥമുള്ളൂ. ഇമെയിലിൻ്റെ ഫോർമാറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ടു അഡ്രസ്സ്, അതൊരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും. പിന്നീട് ഫ്രം അഡ്രസ്സ്, അതും ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും.
പിന്നീട് സബ്ജക്റ്റ്, ഇവിടെ ഡോക്ടർ കലാംസ് ഐഡിയാസ് എന്ന് നമുക്ക് എഴുതാം. പിന്നീട് ഇമെയിലിൻ്റെ കോണ്ടൻറ്റ് എഴുതി വയ്ക്കുക. ഞാനിവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ആശയങ്ങളും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഇമെയിൽ തയ്യാറാക്കി ആക്ടിവിറ്റി ബുക്കിലോട്ട് എഴുതി വയ്ക്കുക. ഇത്രയുമാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്.